തുർക്കിയുടെ വളരെ പ്രധാനപ്പെട്ട C-130 എന്നറിയപ്പെടുന്ന കാർഗോ വിമാനം തകർന്നു വീണതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? തുർക്കിയിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ. എന്നാൽ ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ജോർജിയയുടെയും അതുപോലെ ആദർബൈജാന്റെയും ബോർഡറിന് അടുത്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? ഇസ്രയേലിന്റെ കരങ്ങളുണ്ടോ? ഇതെല്ലാമാണ് ഇവിടെ ചോദ്യങ്ങൾ ഉയരുന്നത്. നമുക്കറിയാം, ഇറാന്റെ പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ തകർന്നത് ഇതേ മേഖലയിലാണ്, ആദർബൈജാൻ എന്ന് വരുന്ന വഴിയിലാണ്. അതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? അതിൽ പ്രധാനപ്പെട്ട ഇറാന്റെ വിദേശകാര്യമന്ത്രിയും അതോടൊപ്പം തന്നെ അവരുടെ പ്രസിഡന്റും ഉണ്ടായിരുന്നു. രണ്ടുപേരും ആ അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. ഇപ്പോൾ തുർക്കിയുടെ F-16 എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം, അതിന്റെ സോഫ്റ്റ്വെയറുകളിൽ, അതിന്റെ മെയിന്റനൻസിൽ ഇതെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട 20 ആളുകളാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ അപകടം നടക്കുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്നുണ്ടായ ഒരു ആക്രമണമാണ് എന്ന് വിലയിരുത്തുന്നു. ഒന്നാമത്തെ കാരണം അതിന്റെ എഞ്ചിന്റെ തകരാറുകളാകാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലാണ്. അതല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും ഫയർ ഉണ്ടായോ എന്ന മറ്റൊരു സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഫയർ ഒഴിവാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ വിമാനത്തിന്റെ ഉള്ളിൽ ഉണ്ട് എന്നതാണ്. അതേസമയം ബാഹ്യമായ ഇടപെടലുണ്ടോ? നമുക്കറിയാം, ആദർബൈജാനും ഇസ്രയേലും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ്. ഇസ്രയേലിന്റെ സഖ്യകക്ഷിയായി അല്ലെങ്കിൽ സഖ്യരാഷ്ട്രമായി അറിയപ്പെടുന്നതാണ് ആദർബൈജാൻ എന്നറിയപ്പെടുന്നത്. നെതന്യാഹു സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ആദർബൈജാൻ കുറച്ചു മുമ്പ് സന്ദർശിച്ചിട്ടുണ്ട്. മാത്രമല്ല, ആദർബൈജാനിൽ നിന്നും ഇറാനെ ആക്രമിക്കാനുള്ള നീക്കങ്ങൾ വരെ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. വളരെ കൂടുതൽ ഷിയാക്കൾ താമസിക്കുന്ന രാഷ്ട്രമാണ് ആദർബൈജാൻ എങ്കിലും ഇസ്രായേലുമായി വലിയ അടുത്ത ബന്ധം പുലർത്തുന്ന രാഷ്ട്രവും കൂടെയാണ്. എന്നാൽ ഈ ആക്രമണത്തിൽ ഇസ്രായേലിന്റെയും ആദർബൈജാനിന്റെയും പ്രവർത്തനങ്ങൾ വല്ലതും ഉണ്ടോ എന്ന അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. തുർക്കി അതിശക്തമായ രൂപത്തിൽ തുർക്കിയുടെ രഹസ്യാന്വേഷണ വിഭാഗം അതിശക്തമായ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇതുവരെ തുർക്കി പുറത്തുവിട്ടിട്ടില്ല. അതേസമയം തുർക്കിക്കകത്ത് നിന്ന് ഇതിന്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനും അതിൽ കുറ്റവാളികളായ ആളുകളെ ശിക്ഷിക്കാനും വേണ്ടി ശക്തമായ രൂപത്തിൽ ആവശ്യങ്ങൾ ഉയർന്നു വരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ കാര്യമായി പ്രതികരിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഇസ്രയേലും അതുപോലെ തന്നെ തുർക്കിയും എർദോഗാനും തമ്മിൽ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. 2000 സൈനികരെ ഗസയിലേക്ക് എത്തിക്കും, അത് ശക്തമായി ബലമായി തന്നെ എത്തിക്കുമെന്നാണ് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ പറയുന്നത്. എന്നാൽ ഇതിന് ഏതർത്ഥത്തിലും തടയിടുമെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. തുർക്കിയുടെ സൈന്യം ഗസയിൽ എത്തുക എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും. ഹമാസിനെ കൂടുതൽ ശക്തമായ രൂപത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രമാണ് തുർക്കി. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എർദോഗാൻ. അതുകൊണ്ട് തന്നെ ആ ഒരു സൈന്യത്തിന്റെ സാന്നിധ്യം ഇസ്രായേലിന് പ്രതിസന്ധി ഉണ്ടാക്കും എന്നതുകൊണ്ട് നെതന്യാഹു അതിനെ എല്ലാ അർത്ഥത്തിലും എതിർക്കുകയാണ്. അതിനെ വീറ്റോ ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്ത് വില കൊടുത്തും ഗസയിൽ തന്റെ സൈന്യത്തെ എത്തിക്കുമെന്നതാണ് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് എർദോഗാനെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു അവസരം നൽകിയിരിക്കുന്നത് വെടിനിർത്തൽ കരാർ തന്നെയാണ്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം തുർക്കിയുടെ സൈന്യം എന്നത് അവർക്കും സ്വീകാര്യമാണ്. മറ്റുള്ള സൈനികരൊന്നും വരുന്നത് അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതേ സമയത്ത് തുർക്കിയുടെ സാന്നിധ്യം ഹമാസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം തുർക്കിയുടെ സൈന്യം എത്തുക എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കുകയാണ്. എന്തായിരുന്നാലും ഇങ്ങനെയുള്ള ശക്തമായ എതിർപ്പുകൾ നിലനിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് ഈ തുർക്കിയുടെ C-130 എന്നറിയപ്പെടുന്ന $50 മില്യണോളം വില വരുന്ന ശക്തമായ കാർഗോ വിമാനമാണ് അവിടെ തകർന്നിരിക്കുന്നത്. എന്തായിരിക്കും ഇതിന്റെ അന്വേഷണത്തിന് പിന്നിൽ ഉണ്ടാവുക? അങ്ങനെ വല്ലതും കണ്ടെത്തിയാൽ തുർക്കി ഏത് രീതിയിലായിരിക്കും അതിനോട് പ്രതികരിക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.